ഇനി നെക്സ്റ്റ് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. നെയിം എനി 5 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് റിബലിയൻ ഓഫ് 1857. 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരുടെ പേര് സൂചിപ്പിക്കുക. ഒന്നാമത്തത് റാണി ലക്ഷ്മിബായി, 2 താന്തിയ തോപ്പി, 3 നാനാ സാഹിബ്, 4 ബഹദൂർ ഷാ രണ്ടാമൻ, 5 ബീഗം ഹസ്രത്ത് മഹൽ, 6 കൻവർ സിംഗ്, 7 മൗലവി അഹമ്മദുള്ള, 8 ഹേമന്ത് ഭക്തവാൻ. ഇത് കൂടുതൽ നേതാക്കന്മാരുണ്ട്. ഒരു 5 നേതാക്കന്മാരെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ദ പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ. കമ്പനി ഭരണത്തിനെതിരായി നടത്തപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ഒരു വിവരണം നൽകുക. അതായത് ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ജനകീയ പ്രക്ഷോഭങ്ങളാണ് പറയുന്നത്. ഇതിനൊക്കെ വ്യത്യസ്ത ആളുകൾ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹൈദർ അലി, അതുപോലെ ടിപ്പു സുൽത്താൻ, സിഖുകാർ തുടങ്ങിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറമെ പഴശ്ശി വിപ്ലവം, പൊളിഗർ വിപ്ലവം, സന്യാസി വിപ്ലവം, മാപ്പിള ലഹള, ഫക്കീർ ലഹള, സാന്താൾ കലാപം, കുറിച്യർ കലാപം, കുറുമ്പൻ കലാപം തുടങ്ങിയ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അവകളെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. 195-ാമത്തെ പേജിൽ ഒന്നാമത്തത് സന്യാസി ലഹളയാണ്. സന്യാസി ലഹള ഉണ്ടാകുന്നത് ബംഗാൾ, ആസാം, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് സന്യാസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിലേക്ക് കുടിയേറി പാർത്തത്. ബംഗാളിലേക്കാണ് അവർ പോയത്. അവിടെ ജന്മികൾക്കും അതുപോലെ കൃഷിക്കാർക്കുമിടയിൽ വിദഗ്ധ തൊഴിലാളികൾക്കിടയിലും സൈനികർക്കിടയിലും ഒരു അസംതൃപ്തി ഉണ്ടായി. അതായത് ജന്മിമാരും കൃഷിക്കാർക്കും, അവരാണ് തൊഴിലാളികളായിട്ട് വരുന്നത്, അവർക്കിടയിൽ ഒരു അസംതൃപ്തി ഉണ്ടായി. അതായത് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഭൂനികുതികൾ കർഷകരുടെയും കൈവേലക്കാരുടെയും ജീവിതം അവതാളത്തിലാക്കി. കർഷകരെയും അതുപോലെ തന്നെ കൈവേലക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഭൂനികുതി വലിയ ഒരു ഭാരിച്ച ഒരു കാര്യമായിട്ട് മാറി. മാത്രമല്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ചില വിലക്കുകൾ സന്യാസിമാരെ പ്രകോപിച്ചു. നമ്മൾ സന്യാസി ലഹള എന്ന പേര് പോലെ തന്നെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പ്രവേശനം നടത്തുന്നതിന് ബ്രിട്ടീഷുകാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും സന്യാസിമാരെ ഇത് പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ ഈ കഷ്ടതകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് കാരണം വിദേശ ഭരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ സന്യാസിമാരും കർഷകരും ഒന്നിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഇറങ്ങുകയാണ് ചെയ്തത്. ഈ ഒരു കലാപമാണ് സന്യാസി ലഹള എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സന്യാസിമാരോടൊപ്പം ആരുണ്ടായിരുന്നു? ആ ബംഗാളിലെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെ കർഷകരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഈ സന്യാസി ലഹള നടന്നത് എവിടേക്കായിരുന്നു? വടക്കേ ബംഗാൾ, ആസാം, ബീഹാർ, രംഗപൂർ, ധാക്ക, ഗോഗ്ര തുടങ്ങിയ ഭാഗങ്ങളിലാണ് സന്യാസി ലഹളകൾ, സന്യാസി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുകയും അനീതിക്കെതിരായി യുദ്ധം ചെയ്യുന്ന പാരമ്പര്യം സന്യാസിമാർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ കർഷകരോടൊപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് കമ്പനിയുടെ ഫാക്ടറികളിൽ അടിച്ച് തകർക്കുകയും അവകളിൽ അതിക്രമിച്ച് കടക്കുകയും അവിടുത്തെ ഉൽപ്പന്നങ്ങൾ കൊള്ളയടിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ട്രഷറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ കൈമാറ്റം നടത്തുന്ന ഓഫീസ്, അതാണ് ഇത് ട്രഷറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രഷറികൾ അവർ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കർഷകരും ബ്രിട്ടീഷുകാരും ചേർന്നുകൊണ്ട് നടത്തിയ വിപ്ലവമാണ് സന്യാസി ലഹള എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇത് നീണ്ടു നിൽക്കുകയും
അവസാനം ബ്രിട്ടീഷുകാർ ഈ ലഹളയെ അടിച്ചമർത്തുകയുമാണ് ചെയ്തത്. ഇനി മറ്റൊരു ലഹളയായിരുന്നു ഫക്കീർ ലഹള. ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാചകന്മാർ എന്ന് പറയില്ലേ, അതിനാണ് ഫക്കീർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് 196 പേജിൽ നോക്കൂ. ബംഗാളിലെ അലഞ്ഞു തിരിയുന്ന യാചകരാണ് ഫക്കീറുകൾ എന്ന് പറയുന്നത്. 7000 അംഗങ്ങൾ വരുന്ന ഭൂമിയില്ലാത്ത കൃഷിക്കാരുടെ അലഞ്ഞു തിരിയുന്ന സംഘങ്ങളായിരുന്നു ഈ ഫക്കീറുകൾ. ഇവർ ബംഗാളിൻ്റെ വടക്കുഭാഗം, ബീഹാർ, ആസാം എന്നിവിടങ്ങളിലെ ഇംഗ്ലീഷ് ഫാക്ടറികൾ ആക്രമിക്കുകയും ആയുധങ്ങളും സമ്പത്തും കൊള്ളയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ 7000 വരുന്ന ഫക്കീറന്മാർ യുദ്ധം അല്ലെങ്കിൽ കലാപം നടത്തിയിട്ടുണ്ട്. ധാരാളം ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. 1776 ഈ ലഹള തുടങ്ങിയത്. ഈ ഫക്കീർ ലഹളയെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗോത്രവർഗ സംഘർഷങ്ങളാണ്. 196 പേജിൽ ട്രൈബൽ അപ്രൈസിങ്. ഇതിൽ ഒന്നാമത്തത് വരുന്നത് സാന്താൾ കലാപമാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം. ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സാന്താൾ ലഹള. സാന്താൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാന്താളുകൾ എന്ന് പറഞ്ഞാൽ ബീഹാർ, ബംഗാൾ തുടങ്ങിയ മേഖലയിലെ ഗോത്രവർഗക്കാരായ കർഷകരെയാണ് സാന്താളുകൾ എന്ന് പറയുന്നത്. ബീഹാർ, ബംഗാൾ തുടങ്ങിയ മേഖലയിലെ ഗോത്രവർഗക്കാരായ കർഷകരെയാണ് സാന്താളുകൾ എന്ന് പറയുന്നത്. ഇവർ ചെയ്തിരുന്നൊരു കാര്യം, കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ആ ഭൂമിയെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെ കൃഷിഭൂമിയാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തിരുന്നത്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി, വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഇത് സാന്താൾ കർഷകർ കാലാകാലങ്ങളായി കൃഷി ചെയ്തു വന്നിരുന്ന ഭൂമി ഈ സാന്താളുകൾക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ഭൂമി കൈവശം വെച്ച ജമീന്ദർമാരും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പീഡനം അസഹനീയമായപ്പോഴാണ് സാന്താളുകൾ കലാപത്തിന് ഒരുങ്ങുന്നത്. ഇങ്ങനെ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള സിന്ധുവും കാനുവുമാണ് ഇവരുടെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അവർ ശത്രുക്കൾക്കെതിരെ ആയുധമെടുക്കുവാൻ ആഹ്വാനം ആവുകയും അതുപ്രകാരം സാന്താളുകൾ കലാപവുമായിട്ട് മുന്നോട്ട് വരികയുമാണ് ചെയ്തത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സാന്താളുകളും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു, കലാപത്തിന് ഇറങ്ങി. ഇങ്ങനെ കലാപകാരികൾ ജമീന്ദർമാരെയും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റുള്ള കലാപകാരികൾ ചെയ്തിരുന്നത് പോലെ തന്നെയാണ് ഇവരും ചെയ്തിരുന്നത്. ഈ കലാപം, സാന്താൾ കലാപം ഏകദേശം 6 മാസത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രിട്ടീഷുകാർ പട്ടാളത്തെ ഇറക്കിയിട്ട് ഈ സാന്താൾ കലാപത്തെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ഗോത്രവർഗ സംഘർഷമാണ് സാന്താൾ കലാപം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പോളിഗാർ കലാപം. 196 പേജിൽ തന്നെ പോളിഗാർ കലാപം. ഇവിടെ പോളിഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു പോളിഗാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത്, അതായത് തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന, തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ താഴ്ഭാഗം, അതായത് ഇന്നത്തെ നമ്മളുടെ കേരളം, കർണാടക, പിന്നെ തമിഴ്നാട് എന്നൊക്കെ പറയാമല്ലോ, താഴ്ഭാഗം, അതിനെയാണ് തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തെക്കേ അതോർത്ത് വെച്ചാൽ മതി. തെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം, തിരുവനന്തപുരം അങ്ങനെയുള്ള പ്രദേശം ഇതുണ്ടല്ലോ, കൊല്ലം, അതാണ് തെക്ക് ഭാഗം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇവിടെ പോളിഗാർ കലാപം തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു പോളിഗാർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇവിടെ തെക്കേ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ധാരാളം ഫ്യൂഡൽ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. എന്താ ഫ്യൂഡൽ പ്രഭുക്കന്മാർ? നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നതാണ്.
ഭൂമി കൈവശം വെച്ച ആളുകൾ, പ്രഭുക്കന്മാർ, അവരെയാണ് ഭൂപ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. ഇവർക്ക് പല ഭരണാധികാരികളും ഉണ്ടായിരുന്നു. പ്രത്യേകമാക്കപ്പെട്ട ഭരണങ്ങളൊക്കെ നിലനിർത്തിയിരുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല സ്വന്തമായി സൈന്യത്തെയും ഇവർ നിലനിർത്തിയിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ഇവർ പോളിഗാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ തമിഴ്നാട്ടിലും കർണാടകയിലും അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? പോളിഗാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമിഴ്നാട്ടിലും കർണാടകയിലും വന്നു കഴിഞ്ഞാൽ അവരുടെ പേരെന്തായിരിക്കും? പോളിഗാർ എന്നായിരിക്കും. ഇങ്ങനെ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യ ആക്രമിച്ച സമയത്ത് നാട്ടുരാജാക്കന്മാർ വലിയ എതിർപ്പൊന്നുമില്ലാതെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ സൗത്ത് ഇന്ത്യ, അതായത് നേരത്തെ പറഞ്ഞല്ലോ ഈ തമിഴ്നാടും കർണാടകയും കേരളവും ആന്ധ്ര ഈ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ താഴ്ഭാഗം. അപ്പോൾ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യ ആക്രമിച്ച സമയത്ത് നാട്ടുരാജാക്കന്മാർ അവർ വലിയ റിസ്ക് ഒന്നും എടുക്കാണ്ട് അവരെന്ത് ചെയ്തു? എതിർപ്പൊന്നും കാണിക്കാതെ തന്നെ അവർ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. പക്ഷേ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ, അതായത് പോളിഗർമാർ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുവാൻ അവർ തയ്യാറായില്ല. അവർ ബ്രിട്ടീഷുകാരെ അമർച്ച ചെയ്യുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തിരിച്ച് ഇങ്ങോട്ടും ആക്രമിക്കുവാൻ തുടങ്ങി. അങ്ങനെ പോളിഗർമാർ ജനകീയ പിന്തുണയോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റുമുട്ടുവാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഈ പോളിഗാർ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നു. അതുപോലെ തന്നെ മരുത് പാണ്ഡ്യനുമാണ്. 2 പേരായിരുന്നു. ഒന്നാമത്തത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, രണ്ടാമത്തത് മരുത് പാണ്ഡ്യൻ. ഇവർ 2 പേരുമാണ് പോളിഗാർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി പോളിഗർമാരെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ മദ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചെന്നൈയിൽ വെച്ചിട്ട് അവർ ബ്രിട്ടീഷുകാർ ഒരു കൗൺസിൽ മീറ്റിംഗ് കൂടുകയും അങ്ങനെ ധാരാളം സൈനികരെ ഇങ്ങോട്ടേക്ക് ഇറക്കുകയുമാണ് ചെയ്തത്. പിന്നെ ഇവർ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചത് പോളിഗർമാരിൽ ചില ആളുകളെ ബ്രിട്ടീഷുകാർ അവരുടെ വശത്താക്കുകയും അവരുടെ സഹായത്തോടു കൂടെയും എന്ത് ചെയ്തു? കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വളരെയധികം പോളിഗാർ കലാപം വളരെയധികം സൗത്ത് ഇന്ത്യയിലൊക്കെ, ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ താഴ്ഭാഗമായ കർണാടക അതുപോലെ തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായി നടന്ന ഒരു കലാപമായിരുന്നു പോളിഗാർ കലാപം എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇനി മറ്റൊരു ഗോത്രവർഗ കലാപമായിരുന്നു കുറിച്യ കലാപം. അതായത് കുറിച്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോത്രമാണ്. നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ആദിവാസി ഗോത്രങ്ങളാണ് കുറിച്യർ അതുപോലെ തന്നെ കുറുമ്പർ എന്ന് പറയുന്നത്. ഇവർ വയനാട് വന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ കയ്യേറുകയും അവിടെയുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയും അടക്കമുള്ള ഗോത്രജീവിതം തകരാറിലാക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ഗോത്രവർഗ്ഗങ്ങൾ ഒരുമിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുകയുമാണ് ചെയ്തത്. അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആദ്യ കലാപ ചെറുത്തുനിൽപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുറിച്യ കലാപം. 198 പേജിലാണ് കേട്ടോ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെ ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുറിച്യ കലാപം. വയനാട്ടിലെ ആദിവാസികളായിരുന്നു കുറിച്യരും കുറുമ്പരും. കുറുമ്പർ വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ്. ഇവരുടെ ജോലി എന്തായിരുന്നു? കൃഷിയും നായാട്ടുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഇതുകൊണ്ട് തന്നെ ഇവർ വലിയ വില്ലാളി വീരന്മാരായിരുന്നു. ഇപ്പം നായാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാടുകളിലൂടെ ഓടി സഞ്ചരിച്ച് ഈ മൃഗങ്ങളെയൊക്കെ നായാടി പിടിക്കണമല്ലോ. അപ്പോൾ അത്രത്തോളം കഴിവുള്ള വിഭാഗമായിരുന്നു കുറിച്യരും കുറുമ്പരും. അങ്ങനെ വയനാട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായതോടുകൂടെ കുറിച്യരുടെയും ഗോത്രജീവിതം വളരെയധികം തകരാറിലാകുവാൻ തുടങ്ങി. ഇങ്ങനെ തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിനെ അലോസരപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവുമായി ചേർന്നുകൊണ്ട് അവർ
പോരാടി, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇതേ സമയത്ത് ബ്രിട്ടീഷുകാർ പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്ത ശേഷം ബ്രിട്ടീഷുകാർ വയനാടിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. അങ്ങനെ 1812 മാർച്ചിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യർ കലാപം ആരംഭിച്ചു. അപ്പോൾ കുറിച്യ കലാപത്തിൽ നേതൃത്വം ആരായിരുന്നു? രാമനമ്പിയാണ് നേതൃത്വം നൽകിയിരുന്നത്. ഇവിടെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ കലാപം രൂക്ഷമായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കുറ്റ്യാടി. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കലാപം രൂക്ഷമായി തീർന്നു. നായന്മാർ, തീയർ തുടങ്ങിയവരുടെ പിന്തുണ കൂടെ ആർക്കുണ്ടായിരുന്നു? കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. അപ്പം നായന്മാർ, തീയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ ഈ കുറിച്യർക്കും കുറുമ്പർക്കും ഇവരെന്ത് ചെയ്തു? കലാപത്തിന് പിന്തുണ നൽകി. ഇങ്ങനെ വയനാട്ടിലെ ബ്രിട്ടീഷ് സേനയെ ആക്രമിച്ച് തുരത്തിയ കലാപകാരികൾ ചുരങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതലായിട്ട് ഈ വനപ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ, കലാപം നടത്തുവാൻ, ആക്രമണങ്ങളൊക്കെ നടത്തുവാൻ കഴിവുള്ള ആളുകളാണ് ആര്? അവിടെയുള്ള ഈ ഗോത്രവർഗത്തിൽപ്പെട്ട കുറിച്യരും കുറുമ്പരും. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല. കാട് പ്രദേശങ്ങളിലായിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ റിസ്ക്കാണ്. അവർക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ഈ ഗോത്രവിഭാഗത്തിനെ അമർച്ച ചെയ്യുവാൻ, അവരെ അടിച്ചമർത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ വയനാട്ടിലെ ബ്രിട്ടീഷ് സേനയെ ആക്രമിച്ചു തുരത്തിയ കലാപകാരികൾ ചുരങ്ങളെല്ലാം പിടിച്ചെടുത്തു. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം ഏറെക്കുറെ ഒരു സ്തംഭനാവസ്ഥയിലായി. അവർക്ക് ഭരണം നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലേക്കെത്തി. ഈ സമയത്ത് ഒടുവിൽ അവരെന്താ ചെയ്തത്? മൈസൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും സേനാ വിഭാഗങ്ങളെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള സൈന്യത്തിനെ കൊണ്ട് എത്തുകയില്ല എന്ന് മനസ്സിലാക്കി അവർ മൈസൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ധാരാളം പട്ടാളക്കാരെ ഇറക്കുകയും അങ്ങനെ ഈ ഗോത്ര കലാപത്തെ, കുറിച്യ കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. 1812 മെയ് മാസത്തോടുകൂടെ കലാപം പരാജയപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ ശക്തമായി തിരിച്ചടിച്ചതോടുകൂടെ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഈ വിഭാഗത്തിന് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ കുറിച്യ കലാപവും പരാജയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഗോത്ര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഗോത്ര കലാപങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ശരി. അതുപോലെ നോട്ട്സൊക്കെ എഴുതിയെടുക്കണം. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ശരി.